സ്റ്റുഡൻസ്, നമ്മൾ ഫിസിക്സ് +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കുന്നത്. ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെൻറ്റ്. ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെൻറ്റ്. ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഫിസിക്സിൽ പല പല ക്വാണ്ടിറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? മാസ്, ലെങ്ത്, ടൈം, ഇതൊക്കെ ക്വാണ്ടിറ്റി അല്ലേ? ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, പണ്ട് കാലങ്ങളിൽ ക്ലോക്സ് ഇല്ലായിരുന്നു. അപ്പം സൺസെറ്റ്, സൺറൈസ്, പിന്നെ സണ്ണിൻ്റെ ഷാഡോ, ട്രീസിലും മറ്റുണ്ടാക്കുന്ന ഷാഡോസ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ആളുകൾ ടൈം അറിഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ മീറ്റർ, അങ്ങനെയുള്ള അളവുകളൊന്നുമില്ല. കാലുകൊണ്ട് അളക്കും, ഫീറ്റ്. പിന്നെ വെയിറ്റ് അളക്കാൻ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു നോക്കാനേ പറ്റുള്ളൂ എത്ര വെയിറ്റ് ഉണ്ടെന്ന്. അന്ന് എന്തില്ല, ഇങ്ങനെ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ല. ഇനി ഫിസിക്സിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, any quantity that can be measured is a physical quantity. Any quantity that can be measured is a physical quantity. Beauty measurable ആണോ? മെഷർ ചെയ്യാൻ പറ്റുമോ ബ്യൂട്ടി? 2 kilos ഓഫ് ബ്യൂട്ടി, അതിന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ബ്യൂട്ടി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. ഇന്റലിജൻസ് മെഷറബിൾ ആണോ? അല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. Weight, yes, measurable. It is a physical quantity. Time, measurable, physical quantity. Length, measurable, physical quantity. Angle measure ചെയ്യാലോ? It is a physical quantity. What is a physical quantity? What are physical quantities? Any quantity that can be measured. Any quantity that can be measured is called a physical quantity. ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെങ്കിൽ യൂണിറ്റ് വേണ്ടേ? ഇപ്പം ലെങ്ത് മെഷർ ചെയ്യാൻ കിലോമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ. മാസ് മെഷർ ചെയ്യാൻ എന്ത് വേണം? കിലോഗ്രാം, ഗ്രാം, ടൺ, ക്വിന്റൽ. ഇതെല്ലാം മാസ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ്സ് ആണ്. വാട്ട് ആർ യൂണിറ്റ്സ്? Physical quantity. Any quantity that can be measured is called a physical quantity. Then what is a unit? In order to measure a physical quantity, physical quantity measure ചെയ്യണമെങ്കിൽ its value is compared with that of standard of the same kind. That value is compared with the standard of the same kind. മാസ് മെഷർ ചെയ്യണം എന്നിരിക്കട്ടെ, മാസ് മെഷർ ചെയ്യണം. അപ്പോൾ മാസ് മെഷർ ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വെയിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? വെയിറ്റ്സിന് മാസ് ഉണ്ടല്ലോ. അപ്പോൾ സെയിം സ്റ്റാൻഡേർഡ് അല്ലേ? ലെങ്ത് മെഷർ ചെയ്യണം. ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ ഒക്കെ ആയിട്ടല്ലേ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മീറ്റർ സ്കെയിൽ ഉപയോഗിക്കും. അപ്പോൾ സെയിം സ്റ്റാൻഡേർഡിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ്? ഇൻ ഓർഡർ ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെങ്കിൽ its value is compared with that of the standard of the same kind ഉള്ള സ്റ്റാൻഡേർഡ് ആണ് ഉപയോഗിക്കുന്നത്. വെയിറ്റ് കൊണ്ട് ലെങ്ത് അളക്കാൻ പറ്റുമോ? ഇല്ല. മീറ്റർ സ്കെയിൽ കൊണ്ട് വെയിറ്റ് അളക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സെയിം സ്റ്റാൻഡേർഡിലാണ്. സെയിം സ്റ്റാൻഡേർഡ്. ലെങ്ത് ആണെങ്കിൽ മീറ്റർ, അത് സെയിം സ്റ്റാൻഡേർഡ്. മീറ്റർ സ്കെയില് ലെങ്ത് ഉള്ള സാധനമല്ലേ? ആംഗിൾ അളക്കണമെങ്കിലോ പ്രൊട്രാക്ടർ ഉപയോഗിക്കും അല്ലേ? അപ്പൊ എന്താണ്? സെയിം സ്റ്റാൻഡേർഡിലുള്ളതാണെന്ന് പറയാം. വെയിറ്റ് അളക്കണമെങ്കിലോ വെയിറ്റ്സ് ഉപയോഗിക്കും അല്ലേ? അത് സെയിം സ്റ്റാൻഡേർഡിലുള്ളതാണെന്ന് പറയാം. ടൈം അളക്കണമെങ്കിൽ സെക്കൻഡ്, അവേഴ്സ്, ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ ഇത് സെയിം സ്റ്റാൻഡേർഡിലുള്ളതാണെന്ന് പറയാം. അപ്പൊ എന്താണ്? യൂണിറ്റ്സ് എന്ന് പറയുന്നത് സെയിം സ്റ്റാൻഡേർഡിലുള്ളതായിരിക്കണം. അത് എന്തിനുള്ളതായിരിക്കണം? അത് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനുള്ളതായിരിക്കും. എന്താണ്? ഇൻ ഓർഡർ ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, its value is compared with that of the standard of the same kind. This standard is called the unit of physical quantity. This standard, ഈ സ്റ്റാൻഡേർഡിനെയാണ് യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. This standard is called the unit of physical ക്വാണ്ടിറ്റി. ഇതാണ് യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി മനസ്സിലായി, യൂണിറ്റും മനസ്സിലായി. ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നതാണ് യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ടൈം എന്ന് പറയുന്നത് മെഷറബിൾ ആണ്, അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. മാസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, അതിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ലെങ്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ, കിലോമീറ്റർ, സെന്റിമീറ്റർ, ഇതെല്ലാം യൂണിറ്റ് അല്ലേ? യെസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് fundamental quantities. What are fundamental quantities? Fundamental quantities എന്ന് പറയുന്നത് mass, length, time. Mass, length, time. ഈ മൂന്ന് ക്വാണ്ടിറ്റീസിനാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. മാസ്, ലെങ്ത്, ടൈം. ദീസ് ആർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ദീസ് ആർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ്? എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ മറ്റുള്ള ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, അത് എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നോക്കാം. ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് fundamental units. Units of fundamental quantities are called fundamental units. മാസിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്താണ്? മാസ്, മീറ്റർ. സോറി, മാസിന്റെ കിലോഗ്രാം. മാസ് കിലോഗ്രാം. ലെങ്ത്, ലെങ്ത്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് മീറ്റർ. ടൈം, ടൈമിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് second. The units of fundamental quantities are called fundamental units. Units of fundamental quantities are called fundamental units. In derived quantities. Derived quantities. Quantity which can be derived from fundamental quantities. Fundamental quantities. Quantities derived from fundamental quantities. Quantities derived from fundamental quantities. Fundamental quantity use ചെയ്തുകൊണ്ട് ഡിറൈവ് ചെയ്തെടുക്കാവുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഞാൻ ഒരെണ്ണം പറയാം. നോക്കിയോ. വെലോസിറ്റി. വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി എങ്ങനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിറൈവ് ചെയ്യും? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നമുക്കറിയാം ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം. വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് displacement by time. What's a displacement? Displacement is a length. You know. Displacement എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ലെങ്ത് ആണ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെങ്ത് അല്ലേ? അപ്പൊ ലെങ്ത് ബൈ ടൈം. കണ്ടോ? So velocity is a derived quantity because it can be derived from fundamental quantities of length and time. Fundamental quantities of length and time നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റി വെലോസിറ്റി. So velocity is a derived quantity because it can be derived from the fundamental quantities length and time. Another derived quantity is acceleration.
Acceleration means, what is acceleration? Velocity by time. Change in velocity. Acceleration എന്ന് പറയുന്നത് velocity by time. What is velocity? Velocity length by time. Length by time ആണ് velocity. നമ്മളിപ്പോ കണ്ടല്ലോ, divided by time. Then length by time square. That is acceleration. Acceleration is velocity by time. Velocity is, we know, length by time. Length by time. That is length by time square. Acceleration is a derived quantity because it can be derived from fundamental quantities of length and time. Fundamental quantities, derived quantities എന്താണെന്ന് മനസ്സിലായില്ലേ? derived quantities എന്തൊക്കെയാണ്? Velocity, acceleration, force, power, work. Acceleration, force, power, work, ഇതെല്ലാം എന്താണ്? derived quantity ആണ്. ഇനി what are derived units? Derived units are units of derived quantities. ഇപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ്, ആക്സലറേഷന്റെ യൂണിറ്റ്, ഫോഴ്സിന്റെ യൂണിറ്റ്, പവറിന്റെ യൂണിറ്റ്, ഇതെല്ലാം എന്താണ്? derived units ആണ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ്. അതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ലെങ്ത്തിന്റെ ആണെങ്കിൽ യൂണിറ്റ് മീറ്റർ ആണ്, മാസിന്റെ ആണെങ്കിൽ കിലോഗ്രാം ആണ്, ടൈമിന്റെ സെക്കൻഡ് ആണ്. അതുപോലെ വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, പവർ, വർക്ക്, ഇങ്ങനെയുള്ള ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. വെലോസിറ്റി നമുക്കറിയാം എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ആക്സലറേഷൻ അറിയാം, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. We know that fundamental quantities are mass, length and time. Fundamental quantities are mass, length and time. Their units: unit of mass is kilogram, unit of length is meter, unit of time is seconds. ഇത്രയും നമുക്കറിയാം. ഇനി ഇത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണോ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഞാൻ ആകെ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മാത്രമേ നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ളൂ. അത് മാസ്, ലെങ്ത്, ടൈം ആണ്. ഇതെല്ലാം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണോ? അല്ല. ഇതൊന്നും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ല. ഇതെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ ദോസ് ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇതിന്റെ ഈ ക്വാണ്ടിറ്റിയെ ഡിറൈവ് ചെയ്തെടുക്കാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റും ഉണ്ട്. അപ്പൊ ഏരിയയുടെ യൂണിറ്റ് നമുക്കറിയില്ല. ഏരിയയുടെ യൂണിറ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആയ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് കിലോഗ്രാം, മാസ്, ടൈം, ഈ ഫണ്ടമെന്റൽ യൂണിറ്റ് കൊണ്ട് ഏരിയയുടെ യൂണിറ്റ് ഡിറൈവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നോക്കിക്കോ, വാട്ട് ഈസ് ഏരിയ? ഏരിയ മീൻസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും ലെങ്ത് വെച്ചല്ലേ മെഷർ ചെയ്യണത്. ലെങ്ത് അല്ലേ, അതൊരു ലെങ്ത് അല്ലേ. അപ്പൊ ഏരിയ ഈസ് ലെങ്ത് ഇൻറ്റു ലെങ്ത്. Area is length into length. What is the unit of length? Length is a fundamental quantity and its unit is meter. Then unit of length is meter and unit of length is meter. M into M is M square. M into M is M square. Appo we derived the unit of area in terms of the units of fundamental quantities. Fundamental quantities ന്റെ യൂണിറ്റ് കൊണ്ട് ഏരിയയുടെ യൂണിറ്റ് ഡിറൈവ് ചെയ്തെടുത്തു. ദാറ്റ് ഈസ് മീറ്റർ സ്ക്വയർ. മനസ്സിലായില്ലേ? ഇനി വോളിയം എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം? വോളിയത്തിന്റെ യൂണിറ്റ് നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? വി നോ ദാറ്റ് വോളിയം ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. വോളിയം ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇതെല്ലാം ലെങ്ത്തിലല്ലേ അളക്കുന്നത്, ലെങ്ത്തിലല്ലേ മെഷർ ചെയ്യുന്നത്. അപ്പോൾ വി നോ ദാറ്റ്
ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തും ലെങ്ത് ആയിട്ട് എടുക്കാം. ലെങ്ത് ഇൻറ്റു ലെങ്ത്. കാരണം ലെങ്ത് അല്ലേ നമ്മൾ അളക്കുന്നത്. ബ്രെഡ്ത്ത് ആണെങ്കിലും ലെങ്ത് അല്ലേ നമ്മൾ മെഷർ ചെയ്യണത് അല്ലേ? അപ്പൊ ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത്. മീറ്ററിലല്ലേ ഇത് മെഷർ ചെയ്യണത്? യെസ്. ഇതിനെ എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം? ലെങ്ത്തിന്റെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി മാസ് മീറ്റർ ആണ്. മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ, ദാറ്റ് ഈസ് മീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ് ഈസ് ദി യൂണിറ്റ് ഓഫ് വോളിയം. വോളിയത്തിന്റെ യൂണിറ്റ് ഫണ്ടമെന്റൽ യൂണിറ്റ് കൊണ്ട് ഡിറൈവ് ചെയ്തെടുക്കും. കണ്ടോ? അതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് ഇവയെ പറയുന്നത്. ഇനി വെലോസിറ്റി. വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഈസ് വെലോസിറ്റി. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഹൗ ഡു യു മെഷർ ഡിസ്പ്ലേസ്മെന്റ്? ഇൻ ലെങ്ത് അല്ലെ? ഡിസ്റ്റൻസ് അല്ലേ? ലെങ്ത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ ലെങ്ത്. ലെങ്ത് ബൈ ടൈം ഈസ് ടൈം. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. Then meter by time in the second, that is meter raised to s. മുകളിൽ പോകുമ്പോൾ s raised to minus 1. s 1 ആണ് ഇവിടെ. മുകളിലോട്ട് പോകുമ്പോൾ m s raised to minus 1. ഓക്കെ. അപ്പോൾ യൂണിറ്റ് ഓഫ് വെലോസിറ്റി ഈസ് ഡിറൈവ്ഡ് യൂണിറ്റ് ഓഫ് വെലോസിറ്റി ഈസ് മീറ്റർ s raised to minus 1. m s raised to minus 1. ഇനി വാട്ട് ഇനി ആക്സലറേഷന്റെ ഡിറൈവ് ചെയ്തെടുക്കാം. വാട്ട് ഈസ് ആക്സലറേഷൻ? ആക്സലറേഷൻ മീൻസ് velocity by time. Velocity in time. Rate of change of velocity and acceleration. Change of velocity and acceleration. Acceleration is velocity by time. What is the unit of velocity? We know that unit of velocity is meter s raised to minus 1. Time in the s. That is m s raised to minus 1. എവിടെയുണ്ട്? എസിന് മുകളിലോട്ട് പോകുമ്പോൾ എസ് റൈസ് ടു മൈനസ് 1. ദാറ്റ് ഈസ് എം എസ് റൈസ് ടു പവേഴ്സ് ആഡ് ചെയ്താൽ മതി. ദിസ് ഈസ് ദി യൂണിറ്റ് ഫോർ ആക്സലറേഷൻ. ഇനി ഫോഴ്സ്. വാട്ട് ഈസ് ഫോഴ്സ്? ഫോഴ്സ് ഈസ് മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഫോഴ്സ് ഈക്വൽസ് എം എ. എഫ് ഈക്വൽസ് എം എ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഈക്വൽസ് എം എ. ഇനി യൂണിറ്റ്. മാസിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് കിലോഗ്രാം. കിലോഗ്രാം. ആക്സലറേഷന്റെ വി നോ ദാറ്റ് എം എസ് റൈസ് ടു മൈനസ് 2. ഇതല്ലേ ആക്സലറേഷന്റെ ഡിറൈവ് ചെയ്തെടുത്താൽ നമ്മൾ. പിന്നാണ് കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ് 2 ഈസ് ദി യൂണിറ്റ് ഓഫ് ഫോഴ്സ്. വാട്ട് ഈസ് പ്രഷർ? വാട്ട് ഈസ് പ്രഷർ? പ്രഷർ ഈസ് ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് ഫോഴ്സ്? കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ് 2. What is the unit of area? Area unit meter square. Meter square. That is kilogram m s raised to minus 2. Meter square മുകളിലോട്ട് പോകുമ്പോൾ m s raised to minus 2. That is kilogram. m raised to 1 m raised to minus 1 minus 2. m raised to m 1 ഇവിടെ m raised to minus 2. അപ്പോൾ എന്താണ്? ഇത് മൈനസ് ചെയ്യാം. ഇത് 1 ഇത് minus 2 ആകുമ്പോൾ m raised to minus 1 s raised to minus 2 is the unit of pressure. Force ന്റെ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ് 2. ഏരിയയുടെ എന്താണ്? ഏരിയയുടെ മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർ. മീറ്റർ ഈ എം സ്ക്വയർ മുകളിൽ പോകുമ്പോൾ m raised to minus 2. ഇവിടെ m 1 ആണ്, m raised to minus 2. ഡിഫറൻറ്റ് സൈൻ ആകുമ്പോൾ മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇട്ടു. ലാർജർ നമ്പറിൻ്റെ സൈൻ ഇട്ടു. അപ്പോൾ m raised to minus 1 s raised to minus 2. ഇങ്ങനെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ട് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഡിറൈവ്ഡ് യൂണിറ്റ്സ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആർ കിലോഗ്രാം മീറ്റർ ആൻഡ് സെക്കൻഡ്. ഈ കിലോഗ്രാം മീറ്റർ ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ യൂണിറ്റ് കൊണ്ട് ഏരിയ, വോളിയം, വെലോസിറ്റി ഈ ഡിറൈവ്ഡ് യൂണിറ്റ്സിന്റെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ഡിറൈവ് ചെയ്തെടുത്തു. We can derive these units in terms of fundamental quantities. So they are called derived quantities. These are called derived quantities and these are derived units.
These are fundamental quantities. Mass, length and time are fundamental quantities. Kilogram, meter, second are fundamental units. These are derived quantities. Why? We can derive these quantities in terms of fundamental units. And their units are derived units. Why? These units are derived in terms of fundamental units, kilogram, meter and second.